രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ 9ാം ദിവസവും ഒളിവിൽ. രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് കൂടുതൽ ഊർജിതമാക്കി. കേരളത്തിലും പുറത്തും ഒരുപോലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനായി വല വിരിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ കസ്റ്റഡിയിലെടുത്ത രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും ഇന്ന് തിരുവനന്തപുരത്ത് എത്തിക്കും. എസ് ഷീജ വിവരങ്ങളുമായി ചേർന്നത്. ഷീജ, 9ാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി അധിക നാൾ ഒളിവിൽ തുടരാൻ സാധിക്കില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നിയമത്തെ നേരിടുക, അതുമാത്രമാണ് മുന്നിലുള്ള ഏക പോംവഴി. എന്തായാലും ഉടൻ തന്നെ കസ്റ്റഡിയിലാകുമെന്നുള്ള വിവരങ്ങളാണ് നിലവിലുള്ളത്. ഒപ്പം രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. ഇതുൾപ്പെടെയുള്ള വിവരങ്ങളിലേക്ക്. തീർച്ചയായും ആര്യ, അതായത് ഒരു ജനപ്രതിനിധിയാണ് ഒളിവിൽ പോയി 9 ദിവസമാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് ഊർജിതമാക്കി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും അതിർത്തി പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. രാഹുലുമായി ബന്ധപ്പെടുന്ന നിരവധി സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുലിന്റെ സഹായിയെയും ഡ്രൈവറെയും അടക്കം കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതും. ഇരുവരെയും ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരിക കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവരിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ രാഹുലുമായി ബന്ധപ്പെടുന്നത് ലഭിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ വലിയ അഭ്യൂഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം തള്ളിയ ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വലിയ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. പക്ഷേ രാഹുൽ കീഴടങ്ങുന്നതടക്കമുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഏതായാലും ഈ മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ കൂടി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ പോലും ആ കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്കൊക്കെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഹർജി ഫയൽ ചെയ്താൽ ഇന്ന് തന്നെ എടുക്കാനുള്ള സാധ്യതയുമില്ല. അത് രാഹുലിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലിനി രാഹുലിനെ എത്രയും വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് അന്തിമഘട്ടത്തിലാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അറിയുന്ന വിവരം എന്ന് പറയുന്നത്. ആ രീതിയിൽ തെരച്ചിൽ ഊർജിതമാക്കി തന്നെയാണ് നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട രാഹുലിനെതിരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2ാമത്തെ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടും നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പരാതിക്കാരിയായ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ആ പെൺകുട്ടിക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. എപ്പോഴാണ് മൊഴി നൽകാൻ സാധിക്കുക, എവിടെ വെച്ച് മൊഴി നൽകാൻ സാധിക്കും എന്നത് സംബന്ധിച്ച് ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് മെയിൽ പ്രത്യേക അന്വേഷണ സംഘം അയച്ചിരുന്നു. അതിന് പെൺകുട്ടിയുടെ മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ രാഹുലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അതും ഊർജിതമായി തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആര്യ. ശരി.